വിശ്വാസി ഹൃദയങ്ങളിൽ മുഴുവൻ സ്നേഹത്തിൻ്റെ പൊൻപുലരി നിറച്ച് പുണ്യമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു സമയമാണ് റബീഉൽ അവ്വൽ സമാഗതമാവുക എന്നുള്ളത്. കാരണം അവരുടെ ഹൃദയത്തിൻ്റെ വെളിച്ചമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വലിയ അനുഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിലേക്ക് സമർപ്പിച്ച പുണ്യമായ മാസമാണ് റബീഉൽ അവ്വൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ട് നിൽക്കുന്നവനാണ്. അത്രമാത്രം നമ്മോട് സ്നേഹം കാണിച്ച് ഉമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ റബീഉൽ അവ്വലിനെ വളരെയേറെ ആദരവോടെയും സന്തോഷത്തോടെയും വിശ്വാസികളായ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന സദസ്സിൽ അവിടുത്തെ സ്വഹാബത്തിനോട് കൂടെ ഇരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു ദിനരാത്രം പോലും ചെലവഴിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ല. അവിടുത്തെ പുണ്യമായ സ്നേഹലോകമാകുന്ന മദീനയിൽ താമസിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ല. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സമയത്ത് ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. പുണ്യമായ റബീഉൽ അവ്വലിൻ്റെ ദിനരാത്രങ്ങൾ സ്വലാത്ത് കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് ജീവിതത്തിൽ രണ്ട് ലോകത്തെ രക്ഷയ്ക്കും ഏറ്റവും നല്ല മാർഗമാണ്. ജീവിതം മുഴുവൻ ഞാൻ സ്വലാത്ത് ചൊല്ലാമെന്ന് പറഞ്ഞ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഉബയ്യ് ഇദൻ യക്ഫിയക ഹമ്മുദ്ദുനിയ വഹമ്മുൽ ആഖിറ, ഈ ലോകത്തെയും പരലോകത്തെയും നിൻ്റെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി നിനക്ക് സ്വലാത്ത് മതി എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ഇബ്നു ഹജർ ലൈത്തമി തങ്ങൾ അദ്ദുറുൽ മൻദൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഔലൻ നാസിബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, നാളെ ലോകത്ത് അല്ലാഹു പടച്ചുവിട്ട മുഴുവൻ ജീവജാലങ്ങളും സംഗമിക്കുന്ന മഹ്ശറാവൻ സഭയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അമലായി നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അക്സറുഹും അലയ്യ സ്വലാ, എൻ്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണ് എന്നാണ്. അപ്പോൾ സ്വലാത്ത് എന്നുള്ളത് രണ്ട് ലോകത്തും നമുക്ക് രക്ഷപ്പെടാനുള്ള മാധ്യമമാണ്. മഹാനായ ഇമാമുന ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം, ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സ്നേഹം നിറക്കാനുള്ള ഏറ്റവും നല്ല മാധ്യമം അവിടുത്തെ മേലിൽ നമ്മൾ പതിവാക്കുന്ന സ്വലാത്താണ്. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവായി ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപങ്ങളുടെ കറകൾ മായ്ഞ്ഞ് മായ്ഞ്ഞ് നമ്മൾ ഹൃദയശുദ്ധി വന്നവരായി ഹബീബായ തങ്ങളെ കാണാൻ പാകമായവരായി തീരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ കടന്നു വരുന്ന റബീഉൽ അവ്വൽ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിച്ച് ഉപയോഗപ്പെടുത്തി ഹബീബിനോടുള്ള ഇഷ്ക് നമ്മുടെ കൽബിൽ നിറക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.